നിങ്ങളുടെ കല്യാണ വാർത്തയ്ക്ക് താഴെ വന്ന അസഹനീയമായ ഒരു വിമർശനം. അവൾ ഇനി ചാക്കിലാവും, ഇനി അവൾ ചാക്കിൽ കേറും. സീരിയസ്ലി ഭയങ്കര ഇൻടോളറൻസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒന്ന് ആ ടേം യൂസ് ചെയ്തത് എനിക്കിഷ്ടമായില്ല. ഒരു ഡ്രസ്സും ആരുടെയും നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ പർദ്ദ ഇടുന്നുണ്ടെങ്കിലും അത് നല്ല കാര്യമല്ലേ പറയണുള്ളൂ. ശരീരം നിങ്ങളെ തുറന്ന് കാണിച്ചിട്ട് അത് നിർബന്ധിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല. ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ദുബൈയിലായപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു പർദ്ദ സാധനങ്ങളും അതൊക്കെ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞെങ്കിൽ ഞാൻ ഇത് മാറ്റാനുള്ള ഒരു സൂചനയായിട്ട് ആൾക്കാർ എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഈ സംഭവം വന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്തും പുള്ളി ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ഈ അറബി കുട്ടികളുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഈ അവരുടെ ഡ്രസ്സിങ്, കളർഫുൾ പർദാസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ബേസിക് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ദുബൈലിന്റെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഇനി പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടെങ്കിൽ അത് ഇവള് മാറി, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ മാറി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പം പർദ്ദ ഇട്ടത് കൊണ്ട് മുസ്ലിം ആവൂല, പർദ്ദ ഇടാത്തത് കൊണ്ടും മുസ്ലിം ആവൂല. ഇപ്പൊ എന്ത് ചെയ്താലും അതിനൊരു ബേസിക് കാര്യം സംഭവമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദുസ് ആണ്. അവർ ദുബായിൽ പോയ സമയത്ത് വെറുതെ ഇപ്പൊ നമ്മൾ കാശ്മീർ പോകുന്ന സമയത്ത് കാശ്മീർ ഡ്രസ്സ് നോക്കാറുണ്ട്, നമ്മൾ ഇടാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ടൂറിസ്റ്റുകൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം കാശ്മീരി ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ദുബൈയിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അത് അങ്ങനെ ഒരു ടോക്സിസിറ്റി വേയിൽ കാണേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് അവിടെ പോയതുകൊണ്ട് ഒന്നിട്ട് കംപ്ലീറ്റ് ഞാൻ അവളുടെ അവളെ എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഒരു പ്രാവശ്യം ട്രൈ. ഞാൻ പറഞ്ഞു നീ ട്രൈ ചെയ്താലും പിക്കൊന്നും ഇല്ലല്ലോ മോളെ, ആൾക്കാർ അതിനെ അതെടുത്ത് പറയും. അപ്പൊ ഇവിടെ വെച്ച് ആൾക്കാർ എന്ത് പറയാൻ? ഇപ്പൊ ഞാൻ ഇതിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ സാരിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു പൊട്ട് വെച്ചാൽ ഒരു ദിവസം ഞാൻ മുസ്ലിമും ഒരു ദിവസം ഞാൻ ഹിന്ദു ആണോ? ഞാൻ ലൈക്ക് എന്റെ സീരിയലിൽ ലക്ഷ്മി ക്യാരക്ടറിൽ ഒരുപാട് പൊട്ട് വെച്ചിട്ടില്ല. ഞാൻ സാരിയും ഹാഫ് സാരിയാണ് യൂസ് ചെയ്ത കോസ്റ്റ്യൂമായിട്ട്. അപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് വേണം എന്ന് ഒരു വിചാരിച്ചിട്ട് ഞാൻ പൊട്ട് തൊട്ടില്ല. അതിനും ഒരുപാട് ആൾക്കാർ കണ്ട് അവൾ പൊട്ട് തൊട്ടില്ല, അവൾ മതം മാറി. അവൾ ഇപ്പോഴേ പൊട്ട്, ഇവള് നോർമലി പുറത്ത് പോകുന്ന സമയത്ത് പൊട്ടിടാറില്ല, ആ ക്യാരക്ടറിനാണ് ഇടാറ്. പിന്നെ ഒക്കേഷനലി എന്തെങ്കിലും ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഇനോഗ്രേഷന് പോകുമ്പോൾ ഗസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ ഡ്രസ് ആണെങ്കിൽ അതിന് മാത്രമേ ഇടാറുള്ളൂ. നോർമൽ ഡ്രസ്സിലൊന്നും ഇപ്പോഴും അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സിലൊന്നും ഇടാറില്ല. അപ്പൊ കല്യാണത്തിനും അവളെന്തോ എനിക്കറിയില്ല ഇട്ടിട്ടില്ല. പക്ഷെ അത് ഇത്രയും നോട്ടഡ് ആവുന്നുള്ളതും പിന്നെ ഈ ഒരു കമന്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ പർദ്ദ ഇടും എന്നുള്ളതിന് ഇത്രയും ഇൻടോളറൻസ് വരേണ്ട സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇപ്പൊ നാളെ അവൾക്ക് പർദ്ദ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടാന്നും ഞാൻ പറയില്ല, നിർബന്ധിക്കുമല്ലോ. അവളൊന്ന് ഇട്ടിട്ട് നോക്കിക്കോട്ടെ, അവളിന് ഇടാതിരുന്നോട്ടെ, രണ്ടും അവളുടെ ഇഷ്ടമാണ്. അത് ഇടാനും ഞാൻ നിർബന്ധിക്കില്ല. ഇപ്പൊ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റും ഞാൻ പറയില്ല. അപ്പം ഈ ഒരു ടേം യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരത്തില് മോശമായിട്ടാണ് സംസാരിച്ചത്. ചാക്കിൽ കയറുന്നു പറഞ്ഞിട്ട് എന്താക്കി ഇവന്മാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം അയച്ചിട്ട് നടക്കാനെന്നല്ലല്ലോ പറയുന്നത്, നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അവള് ചെയ്യട്ടെ, വേണ്ടെങ്കിൽ അവള് ചെയ്യാൻ. അവള് ചെയ്താലും ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ കൺവേർട്ട് ആയതൊന്നും വിചാരിച്ചിട്ട് അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതിനകത്ത് പണിഷ്മെന്റ് ഇല്ല കേട്ടോ. അയ്യോ ഇല്ലേ, എന്ത് പറ്റി? എന്താ അത് കറക്റ്റ് അല്ലേ? ഏതോ ഒരുത്തൻ കാരണം നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒഴുകില്ലേ? ഓക്കെ, അടുത്തത് സൽമാന്റെ ക്യാരക്ടറിൽ ഉണ്ടാവണമെന്ന് മേഘ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച്. ഇതോ 1-2 ഉണ്ട്. ഡ്രസ് വലിച്ചിടുന്നത്, ട്രസ്റ്റിംഗ് പീപ്പിൾ ടു മച്ച്. ഡ്രസ് വലിച്ചിടുന്നത് അങ്ങനല്ല, ഞാൻ വന്നിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് ടേബിളിന്റെ മുകളിലൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ ഇവളെന്ന് വെച്ചാൽ ഭയങ്കരത്തിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ആളാണ്, എല്ലാം പ്രോപ്പർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് വെക്കും. അപ്പൊ ഇവള് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് ജിമ്മിന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെക്കണത്. അപ്പൊ ഇവള് പറയും അങ്ങനെ വെക്കല്ല പാച്ചൊക്കാന്ന് പറയും. അപ്പം ഇവള് ഈ കല്യാണത്തിന്റെ മുമ്പേ തന്നെ എൻ്റെ ഫ്ലാറ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് കാണുമ്പോൾ എപ്പോഴും പറയും അങ്ങോട്ട് തിരിച്ച്. അപ്പം ഡൈനിങ് ടേബിളിൽ ഓരോ ചെയറിന്റെ മുകളിൽ ഓരോ ഡ്രസ്സ് ഉണ്ടാവും. കാരണം സിംഗിൾ ലൈഫ് അല്ല, ബാച്ചലർ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ.
പിന്നെ എനിക്ക് 2 ബെഡ്റൂം ആണ്. അതിലൊന്ന് എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ ഉറങ്ങുന്നത്, തുണിക്ക് വേണ്ടി മാത്രം. മറ്റേതിൽ മൊത്തം ഒന്നാമത് ഞങ്ങൾ ഈ സീരിയലിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ അതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും ഞാൻ എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് എനിക്ക് ഈ മിക്സ്ഡ് അപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വേറെ, ഷൂട്ടിന് വേറെ, ജിമ്മിന് വേറെ, ഇപ്പൊ രാത്രി ഉറങ്ങുന്ന സെക്ഷൻ വേറെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ റാൻഡം ആയിട്ട് യൂസ്, അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് എല്ലാം ഞാൻ തിരിച്ച് ചിലപ്പോൾ എടുത്ത് വെക്കൂല. അപ്പോൾ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിന്നെ പുതിയത് നമ്മൾ ഇടക്കിടക്ക് പുറത്ത് പോകുമ്പോൾ ഫ്രഷ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്ന ഈ ബെഡിലായിരിക്കും, കാരണം ആ റൂമിൽ നിന്നാണ് ഞാനെല്ലാം സെറ്റ് ചെയ്ത് പോണേ. അപ്പൊ ഇവളെ എപ്പോൾ വിളിക്കുമ്പോഴും നോക്കുമ്പോഴേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ഫീൽഡ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ ആദ്യം വന്നിട്ട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ വേണ്ടാത്ത ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് സ്പേസ്, സ്റ്റോറേജ് സ്പേസ് ഉണ്ടായി. മിഡി രണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ താരദമ്പതികളാണ് സൽമാനും മേഘയും. ഇവർ ദമ്പതികളായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ദമ്പതികളായതിൽ പിന്നെ, അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമാണ്, മേഘ ഹിന്ദുവും സൽമാൻ മുസ്ലിമുമാണ്. മാത്രമല്ല ഇരുവരും 2 മതമാണെന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ വലിയ പ്രായ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ കുടുംബാംഗങ്ങളുടെ റെസ്പോൺസ്, അല്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. മേഘ മുസ്ലിം ആകുമോ എന്നാണ് എല്ലാവരും ചോദിച്ച കാര്യങ്ങൾ. അവളെ ചാക്കിലാക്കും ഇനി ഉടനെ, അവളുടെ മതം മാറ്റും, ഇപ്പോൾ തന്നെ അവൾ കല്യാണത്തിന് കണ്ടോ പൊട്ടിടാതെയാണ് ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കമന്റുകളായി എത്തി. കല്യാണത്തിന് മുൻപ് തന്നെ മേഘ മതം മാറി എന്ന തരത്തിലായിരുന്നു സംസാരങ്ങളെല്ലാം തന്നെ. എന്നാൽ അതൊന്നും ശരിയല്ല എന്നാണ് സൽമാൻ പറയുന്നത്. എന്നാൽ പർദ്ദ ഇടുന്നതിൽ എന്താണ് തെറ്റ്? എല്ലാം കാണിച്ചുകൊണ്ട് നടക്കണം എന്നല്ലല്ലോ, എല്ലാം വൃത്തിയായിരിക്കണം, എല്ലാം സ്വകാര്യമായിരിക്കണം എന്നല്ലേ താൻ ഉദ്ദേശിക്കുന്നത്. അത് അവളുടെ ഇഷ്ടമാണ്. അവൾ നാളെ പർദ്ദ ഇട്ടാൽ കൺവേർട്ടായി അല്ലെങ്കിൽ മതം മാറി എന്നാരും പറയരുത് എന്നും ഇപ്പോൾ സൽമാൻ പറയുന്നുണ്ട്.